ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ ചാപ്റ്ററിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെന്റൻസ് വായിച്ച് നോക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിക്കാം. അമ്മ വാസ് ചേസിങ് വിത്ത് ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവ്. ഉണ്ണി, കമോൺ ഫിനിഷ് ദിസ്. അപ്പൊ എന്താണ്, അമ്മ എന്ത് ചെയ്യാണ്? അവനെ പിന്തുടരുകയാണ് അല്ലേ, ചേസ് ചെയ്യാണ്. എങ്ങനെ ചേസ് ചെയ്യുന്നത്? യെസ്, വിത്ത് എ ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവ്. ഹാഫ് ഫിനിഷ്, പകുതി ഫിനിഷ് ചെയ്തിട്ടുള്ള ഉപ്പുമാവിന്റെ പ്ലേറ്റുമായിട്ട് ഉണ്ണിക്കുട്ടന്റെ പിന്നാലെ ആര് ചേസ് ചെയ്യണം? അമ്മ ചേസ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് അല്ലേ, ഉണ്ണി കമോൺ ഫിനിഷ് ദിസ്. ഉണ്ണി വരൂ, ഇതൊന്ന് ഫിനിഷ് ചെയ്യൂ എന്ന് പറയുകയാണല്ലേ. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ ഉണ്ണിക്കുട്ടൻ എങ്ങനെയായിരുന്നു? ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ലേ, കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അമ്മ ഗാവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. അപ്പൊ അമ്മ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒരു ചെറിയ ഗ്ലാസ് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണല്ലേ. ദാറ്റ് വുഡ് വാഷ് ഡൗൺ ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മാവ് ഹി ഹാഡ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഈറ്റ്. അവൻ എന്താണ്? ദാറ്റ് വുഡ് വാഷ് ഡൗൺ ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മാവ് ഹി കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഈറ്റ്. അവൻ എങ്ങനെ എന്ത് ചെയ്യാണ്? തിന്നാൻ സമ്മതിക്കുകയാണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നോക്കൂ. എ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ ഫ്യൂ സെന്റൻസ് അബൌട്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സെന്റൻസുകൾ എഴുതണം അല്ലേ. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? താഴെ തന്നിട്ടുള്ള ഹിൻസ് അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഹിന്റ് എന്താണ്? അറ്റ് വാട്ട് ടൈം ഡു യു ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഏത് ടൈമിലാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് എന്താണ്? ദെൻ ഹൂ പ്രിപ്പയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു. ആരാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നത്? 3 ഹിൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ ഉണ്ടാവില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഒരു ഫ്യൂ സെന്റൻസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം. ഫസ്റ്റ് എന്ത് എഴുതാം? ഏത് സമയത്താണ് കഴിക്കുന്നത് എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. നെക്സ്റ്റ് എന്താണ്? മൈ ഫേവറേറ്റ് ഡിഷ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദോശ വിത്ത് ചട്നി. ഞാൻ ആരുണ്ടാക്കുന്നത് എഴുതാം അല്ലേ. മൈ മദർ പ്രിപ്പയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മീ എവറി ഡേ. സംടൈംസ് വി ആൾസോ ഹാവ് ഇഡ്ഡലി ഓർ ഉപ്പുമാവ്. ചില സമയങ്ങളൊക്കെ ഇഡ്ഡലി ഉപ്പുമാവൊക്കെ കഴിക്കും. ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ഗ്ലാസ് പാല് കുടിക്കും. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ഗീവ് മീ എനർജി ടു പ്ലേ ആൻഡ് സ്റ്റഡി അറ്റ് സ്കൂൾ. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് തരുന്നുണ്ട്? എനർജി തരുന്നുണ്ടല്ലോ. സ്കൂളിൽ കളിക്കുന്നതിനും പഠിക്കുന്നതിനുള്ളൊക്കെ എനർജി തരുന്നു. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ നിങ്ങൾ എത്ര മണിക്കാണോ ചായ കുടിക്കാറുള്ളത് അത് എഴുതുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലെ ഫേവറേറ്റ് ഡിഷ് എന്ന് എഴുതാതെ ആരാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരാറുള്ളത്? അമ്മ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ മൈ മദർ പ്രിപ്പയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മീ എവറി ഡേ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് കുറച്ച് സെന്റൻസുകൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു ലൈക്ക് ഉപ്പുമാവ്. നിങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമാണോ? ചില കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവും അല്ലേ. ഓക്കെ, വാട്ട് ഇൻഗ്രീഡിയൻസ് ആർ യൂസ് ടു മേക്ക് ദിസ് ഡിഷ്. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം? പ്രിപ്പയർ റെസിപ്പി. യു ക്യാൻ യൂസ് ദ ഫോളോയിങ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാനാണ് അല്ലേ. യു ക്യാൻ യൂസ് ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, റോസ്റ്റ്, ഹീറ്റ്, ആഡ്, സ്പ്ലറ്റർ, ചോപ്പ്, പോസ്റ്റ്, ബോയിൽ. അപ്പം ഇതൊക്കെ എന്താണ്? കുറച്ച് വേർഡ്സ് ആണ് അല്ലേ. നമുക്ക് കിച്ചണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഉപ്മാവിന്റെ റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1 cup ഓഫ് റവ. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാർ ഉപ്മാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്? യെസ്, നമുക്ക് നെക്സ്റ്റ് എഴുതാൻ എന്ത്? 2 tablespoon ഓഫ് ഓയിൽ ഓർ ഗീ അല്ലേ. ദെൻ 1 teaspoon മസ്റ്റാർഡ് എസേഡ്സ്. ദെൻ 1 onion chop into small pieces. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒനിയൻ വേണം അല്ലേ. ദെൻ 1 or 2 green chilies chop finely. Then a few curry leaves, salt to taste, 2 cups of water. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് എഴുതാം. then എഴുതാം അല്ലേ. റോസ്റ്റ് ദ റവ until it become golden brown. Heat the oil in a pan. then എന്ത് എഴുതാം? keep it aside. Then heat the oil in another pan. Add mustard seeds, let that splutter.
ചോപ്പ് ഒനിയൻ ആൻഡ് ഗ്രീൻ ചില്ലീസ് ദെൻ ആഡ് ദം വിത്ത് കറി ലീവ്സ്. പിന്നെ എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ചിട്ടുള്ള ഒനിയനും അതുപോലെ ഗ്രീൻ ചില്ലീസും കറി ലീവ്സൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക. ഫ്രൈ ഫോർ എ മിനിറ്റ്. എന്ത് ചെയ്യുക, ഒരു മിനിറ്റ് ഫ്രൈ ചെയ്യുക അല്ലേ. ദെൻ പോർ 2 cups ഓഫ് വാട്ടർ ഇൻ ടു ദ പാൻ ആൻഡ് ആഡ് സാൾട്ട്. പോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, 2 cups വെള്ളം ഒഴിക്കുക ഇൻ ടു ദ പാൻ ആൻഡ് ആഡ് സാൾട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക, ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ദെൻ ലെറ്റ് ദ വാട്ടർ ബോയിൽ. അതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് slowly stir the roasted rava, mixing well so lumps form. Cook for few minutes until soft. When ready, serve on to plates. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. എന്ത് ചെയ്യണം, കുക്ക് ഫോർ ഫ്യൂ മിനിറ്റ്സ് അണ്ടിൽ സോഫ്റ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യുക. ദെൻ when ready, serving on to plates. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാവുന്നതാണ്, റെസിപ്പി എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷെയർ ദ പ്രോസസ് ഇൻ ഗ്രൂപ്പ്, പ്രസന്റ് യുവർ റെസിപ്പീസ് ഇൻ ദ ക്ലാസ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ കുറച്ച് സെന്റൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. ഉണ്ണിക്കുട്ടൻ പ്ലേസ് ടു ബാഗ് ഓൺ എ ബെഞ്ച്, ഓപ്പൺ ഇറ്റ് ആൻഡ് inspector of contents. Yes, his school kit was complete with the Malayalam reader for the first standard and the slate. This was actually Unnikutan's second slate less than 2 weeks. The first had slipped from his hands and broken to pieces. Look at the words in bold. They show relationship between words in sentence. ഇവിടെ ഓൺ, വിത്ത്, ഫോർ, യെസ്, ഫ്രം, ടു എന്നൊക്കെ ഉള്ളത് വേർഡ്സിലെ ബോൾഡാക്കിയിട്ട് എഴുതിയിട്ടില്ലേ. യെസ്, ദേ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഇൻ സെന്റൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേർഡ്സ് അല്ലേ, ഈ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഇൻ സെന്റൻസ്. സെന്റൻസിലൊരു ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ നോക്കൂ, ഓൺ എ ബെഞ്ച്, ദെൻ വിത്ത് ദ മലയാളം റീഡർ ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. റീഡ് ദ പാരഗ്രാഫ് ഗിവൺ ബിലോ ആൻഡ് അണ്ടർലൈൻ സച്ച് വേർഡ്സ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ വായിച്ചില്ലേ, ഇവിടെ നോക്കൂ, ഓണ്, വിത്ത്, ഫോർ, ഫ്രം, ടു, ഇതുപോലുള്ള വേർഡ്സ് നമ്മളോട് ഇവിടെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് 7:30 ഇൻ ദ മോർണിംഗ്. അവിടെ ഇൻ ഉണ്ട് അല്ലേ, അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഏതാണ്, അവിടെയും ഇൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ. ആൻഡ് ബേർഡ്സ് വെർ ഫ്ലൈയിങ് ഓവർ ദ ട്രീസ് അല്ലേ, ഫ്ലൈയിങ് ഓവർ. അപ്പോൾ നെക്സ്റ്റ് വേർഡ് കിട്ടിയല്ലോ. ദെൻ രാജ പ്ലേസ്ഡ് ഹിസ് ബുക്ക് നീറ്റ്ലി ഓൺ ദ ടേബിൾ അല്ലേ, ഓൺ. ദെൻ ടേബിൾ ആൻഡ് കെപ്റ്റ് ഹിസ് സ്കൂൾ ബാഗ് ബിസൈഡ് the chair, beside ഉണ്ടല്ലേ. നെക്സ്റ്റ് വേർഡ്. then he walked into the kitchen, into the kitchen to have breakfast. His mother gave him a glass of milk and a plate with delicious idlis. glass off ഉണ്ടല്ലേ, ഇവിടെ ഓഫ്. then after eating he put on his his and walked to the bus stop. He waited for the school. He waited for the school bus under a big tree. അപ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഉണ്ണിക്കുട്ടൻ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ഫുട്ബോൾ. ആഫ്റ്റർ സ്കൂൾ ഹി ഓൾവേസ് പ്ലേസ് ഫുട്ബോൾ വിത്ത് ഹീസ് ഫ്രണ്ട്സ്. ഉണ്ണിക്കുട്ടന് എന്ത് ഇഷ്ടമാണ്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവൻ എന്ത് ചെയ്യും, ഹി ഓൾവേസ് പ്ലേസ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവൻ എപ്പോഴും എന്ത് ചെയ്യും, ഫുട്ബോൾ കളിക്കും അല്ലേ. Now look at the sentence that go with pictures, filling the blanks with missing words in each sentence that show relationship. ഇവിടെ നോക്കൂ, കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ മിസ്സിങ് വേർഡ്സ് ഉണ്ട്. അത് ആ സെൻറ്റൻസിന് റിലേറ്റഡ് ചെയ്തിട്ടുള്ള മിസ്സിങ് വേർഡ്സ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. The players are running dash the ball. The players are running എന്തായിരിക്കും, ആഫ്റ്റർ ആണല്ലോ അവിടെ വരേണ്ടത്. എന്താണ്, ആഫ്റ്റർ the ball. Then the football is dash the ground. The football is dash the ground. ഇവിടെ എന്താ വരിക, the football is on the ground എന്നാണ് അല്ലേ. The football is on the ground. The football is
The football is on the ground. Then Sanju is passing the ball dash his friend. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ടു ആണല്ലോ അവിടെ വരേണ്ടത്. എന്താണ്? സഞ്ജു ഈസ് പാസിംഗ് ദ ബോൾ ടു ഹിസ് ഫ്രണ്ട്. Then ഉണ്ണിക്കുട്ടൻ റൺസ് ഡേഷ് ദ ഗോൾ പോസ്റ്റ്. ഉണ്ണിക്കുട്ടൻ റൺസ് ഡേഷ് ദ ഗോൾ പോസ്റ്റ് എന്നുള്ളടത്ത് എന്താണ് അവിടെ? ടുവേർഡ്സ് ദ ഗോൾ പോസ്റ്റ് ആണല്ലേ. എന്താണ്? ടുവേർഡ്സ് ദ ഗോൾ പോസ്റ്റ്. Then the football is flying dash the goal post. ഫുട്ബോൾ ഈസ് ഫ്ലൈയിങ് ഇൻ ടു ദ ഗോൾ പോസ്റ്റ് അല്ലേ. അവിടെ എന്താണ്? ഇൻ ടു ആണ് വരേണ്ടത്. ദെൻ ദ പ്ലേയേഴ്സ് ആർ സ്റ്റാൻഡിങ് ഡാഷ് എ സർക്കിൾ. അവിടെ എന്താ വരിക? ഇൻ എ സർക്കിൾ ആണല്ലേ. ഇൻ എ സർക്കിൾ. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. ദെൻ റൈറ്റ് പാരഗ്രാഫ് അബൌട്ട് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഇവിടെ കുറേ പാർക്ക്, ലൈബ്രറി, കിച്ചൺ ഗാർഡൻ, ഹോം, പ്ലേ ഗ്രൗണ്ട് അതൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? പാരഗ്രാഫ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ മേക്ക് യൂസ് ദ റിലേഷൻഷിപ്പ് വേർഡ്സ് ഗിവൺ ഹിയർ. റിലേഷൻഷിപ്പ് വേർഡ്സ് ആയിട്ടുള്ള ഇന്ന്, ഓണ്, ഓർ, അറൗണ്ട്, ആഫ്റ്റർ, അണ്ടർ, ബിഹൈൻഡ്, എക്രോസ്, ഫോം, അങ്ങനെ റിലേഷൻഷിപ്പ് വേർഡ്സ് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരഗ്രാഫ് എഴുതാവുന്നതാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഏതിനെ കുറിച്ച് എഴുതാം? യെസ്, നോക്കൂ, പാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പാർക്കിനെ കുറിച്ച് എഴുതാം. ദ പാർക്ക് ഈസ് ഫുൾ ഓഫ് ഗ്രീൻ ട്രീസ്. പാർക്ക് എങ്ങനെയാണ്? ഫുൾ ഓഫ് ഗ്രീൻ ട്രീസ് എന്ന് പറയുന്നതാണ് അല്ലേ. ചിൽഡ്രൻ പ്ലേ ഓൺ ദ സ്വിങ്സ്. ദെൻ ബേർഡ്സ് ഫ്ലൈ ഓവർ ദ ഗ്രാസ്. എ ബെഞ്ച് ഈസ് അണ്ടർ ദ ബിഗ് ട്രീ. ദെൻ പീപ്പിൾ വാക്ക് അറൌണ്ട് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് അതിൽ എഴുതുക. അതിന് നെക്സ്റ്റ് നമുക്ക് ലൈബ്രറി നോക്കാം. ദ ലൈബ്രറി ഈസ് എ ക്വൈറ്റ് ആൻഡ് കാം. ലൈബ്രറി എങ്ങനെയുള്ളതാണ്? ക്വൈറ്റും കാമായിട്ടുള്ളതാണ് അല്ലേ. ഇൻ ദ ലൈബ്രറി സ്റ്റുഡൻസ് റീഡ് ബുക്സ്. ലൈബ്രറിയിൽ എന്താണ്? കുട്ടികൾ ബുക്ക് വായിക്കുന്നു. എ ക്ലോക്ക് ഹാങ് ഓൺ ദ വാൾ. വാളിൽ എന്തുണ്ട്? ഒരു ക്ലോക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. ദ ലൈബ്രറിയൻ സിറ്റ് ബിഹൈൻഡ് ദ ഡെസ്ക്. ഡെസ്കിന് പുറകിലായിട്ട് ആരുണ്ട്? ലൈബ്രറിയൻ ഉണ്ട്. ചിൽഡ്രൻ ഗോ ടു ദ ലൈബ്രറി ആഫ്റ്റർ സ്കൂൾ. ചിൽഡ്രൻ സ്കൂളിന് ശേഷം എന്ത് ചെയ്യും? ലൈബ്രറി പോകാറുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? കിച്ചൺ ഗാർഡൻ എഴുതാം. കിച്ചൺ ഗാർഡൻ. ദ കിച്ചൺ ഗാർഡൻ ഹാസ് ഫ്രഷ് വെജിറ്റബിൾ. കിച്ചൺ ഗാർഡനിൽ എന്തുണ്ടാവും? ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടാവും അല്ലേ. ഇൻ ദ ഗാർഡൻ ദ പ്ലാന്റ്സ് ഗ്രോ അണ്ടർ ദ സൺ. ഫ്ലവേഴ്സ് ബൂം അറൌണ്ട് ദ ഫെൻസ്. എ ടാപ്പ് ഈസ് ബിഹൈൻഡ് ദ ഷെഡ്. വി വാട്ടർ ദ പ്ലാന്റ്സ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഹോമിനെ കുറിച്ച് എഴുതാം. മൈ ഹോം ഈസ് വാം ആൻഡ് ഹാപ്പി. ഇൻ ദ ഹോം വി സിറ്റ് ടുഗദർ ആഫ്റ്റർ സ്കൂൾ. എ ലാമ്പ് ഈസ് ഓൺ ദ ടേബിൾ. ഷൂസ് ആർ കെപ്റ്റ് അണ്ടർ ദ ചെയർ. ഫ്ലവേഴ്സ് ഗ്രോ അറൌണ്ട് ദ ഹൗസ്. ദ നെക്സ്റ്റ് പ്ലേ ഗ്രൗണ്ടിൻ്റെ പിക്ചർ ആണല്ലേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ദ പ്ലേ ഗ്രൗണ്ട് ഈസ് ബിഗ് ആൻഡ് ഓപ്പൺ. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിൽഡ്രൻ പ്ലേ ആഫ്റ്റർ ക്ലാസ്. ദേ റൺ അക്രോസ് ദ ഫീൽഡ്. എ സ്ലൈഡ് സ്റ്റാൻഡ്സ് അണ്ടർ ദ ടോൾ ട്രീ. ദെൻ ഫ്രണ്ട്സ് ലോഫ് അറൌണ്ട് ദ സീൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്താണ്? ഓരോന്നിനെയും കുറിച്ച് റിലേഷൻഷിപ്പ് വേർഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരഗ്രാഫ് എഴുതാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ എല്ലാത്തിനെയും കുറിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസുകൾ വായിക്കാനാണല്ലേ. ദ ഷീറ്റ് ഓഫ് ബ്രൗൺ പേപ്പർ ഇൻ വിച്ച് സെയിൽസ്മാൻ ആൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് ഹാഡ് റാപ്ഡ് അമ്മാസ് മുണ്ടു ആൻഡ് വേഷ്ടി കെയിം ഹാൻഡി. ഹിയർ ദ വേർഡ് ബ്രൗൺ ഡിസ്ക്രൈബ് ദ പേപ്പർ. ഇവിടെ ബ്രൗൺ എന്ന വേർഡ് എന്ത് ചെയ്യാണ്? പേപ്പറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അല്ലെ, നോക്കൂ, ദ ഷീറ്റ് ഓഫ് ബ്രൗൺ പേപ്പർ. അതായത് ഇവിടെ പേപ്പറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? യെസ്, ബ്രൗൺ ആണല്ലേ. സിമിലർലി ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഇവിടെ നോക്കൂ. കുട്ടേട്ടൻ ടുക്ക് എ സ്മോൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ ഫ്രം ദ പോക്കറ്റ്. കുട്ടേട്ടൻ ടുക്ക് എ സ്മോൾ പീസ് ഓഫ് സ്ലേറ്റ് അല്ലേ. പീസ് ഓഫ് സ്ലേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് സ്മോൾ എന്ന്. യെസ്, സ്ലേറ്റ് പെൻസിലിനെ അല്ലേ. ആ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിലിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് എന്ത്? സ്മോൾ. ദ വേർഡ് സ്മോൾ ഡിസ്ക്രൈബ് ദ സ്ലേറ്റ് പെൻസിൽ. ഹെർ ബ്രൗൺ ആൻഡ് സ്മോൾ ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്. ഇവിടെ ഹിയർ ബ്രൗണും സ്മോളൊക്കെ എന്താ കൂട്ടുകാരെ? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണല്ലേ. അപ്പോൾ സച്ച് വേർഡ്സ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സ് ഓർ പീപ്പിൾ. ഇങ്ങനെയുള്ള വേർഡ്സ് എന്താണ്? ഒബ്ജക്ട്സിനെയോ സാധനങ്ങളെയോ അല്ലെങ്കിൽ പീപ്പിൾ ആളുകളെയോ ഒക്കെ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദ പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. പിക്ക് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് സ്റ്റോറിയിൽ നിന്നുള്ളൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഈ ബോക്സിലേക്ക് എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ആസ് ദേ ക്ലൈംബ് ദ സ്റ്റെപ്സ് ടു ദ വരാന്ത, ഉണ്ണിക്കുട്ടൻ സോ ദ വാസ്റ്റ് അറേ ഓഫ് അംബർലാസ്.
അപ്പോൾ നമുക്കൊരു വേർഡ് കിട്ടിയല്ലേ, ഏതാണ്? വാസ്റ്റ് അല്ലേ, വാസ്റ്റ് അറേ ഓഫ് അംബർലാസ്. അവിടെ അറേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ത്? വാസ്റ്റ് അല്ലേ. ദെൻ സം വിത്ത് ബുക്ക് ഹാൻഡിൽസ് ഹങ് ഓൺ ദ റാഫ്റ്റേഴ്സ് അണ്ടർ ദ റൂഫ്. അവിടെ ഹുക്ക് എന്ന് എഴുതിയിട്ടില്ല, അതും എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡാണല്ലോ. ഹുക്സ്, ഹാൻഡിൽസ്. അതിൽ ഹുക്ക് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ദെൻ ഓപ്പൺ അംബർലാസ് ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ് ഫിൽഡ് അപ്പ് വരാന്ത. അപ്പോൾ ഇവിടെ നോക്കൂ, ക്ലോത്തും ഉണ്ട് പാമും എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡാണ് അല്ലേ. ക്ലോത്ത്, പാമ്പ്. ദെൻ അതുപോലെ ഓപ്പൺ ഉണ്ടല്ലോ ഇവിടെ, ഓപ്പൺ അംബർലാസ്. അംബർല ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ്? വാസ്റ്റ്, ഹുക്ക്, ഓപ്പൺ, ക്ലോത്ത്, പാമ്പ്. Then look at the picture of the garden below. Write a description using the following words. ഇവിടെ നോക്കൂ, ഒരു ഗാർഡന്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. ദെൻ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. പീസ്ഫുൾ, ലോങ്, എക്സൈറ്റഡ്, ടോൾ, ഷോർട്ട്, ഹാപ്പി, സ്മോള്, ബിഗ്, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് അല്ലേ. അപ്പോൾ ഈ തന്നിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഗാർഡനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാവുന്നതാണ്. ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിട്ട് നോക്കൂ. ദർ ഈസ് എ ബിഗ് ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ. ഗാർഡന്റെ മിഡിലായിട്ട് എന്തുണ്ട്? ഒരു വലിയ മരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു വലിയ മരമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് എഴുതാം. ദർ ഈസ് എ ബിഗ് ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ. ദ ഗാർഡൻ അപ്പിയേഴ്സ് പീസ്ഫുൾ വിത്ത് ലഷ് ഗ്രീൻ ബുഷസ് ആൻഡ് ടോൾ പ്ലാന്റ്സ്. സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സ് ബ്ലൂം നിയർ ദ പാത്ത്. പാത്തിനായിട്ട് അടുത്തായിട്ട് എന്തുണ്ട്? കുറച്ച് സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സ്, വെള്ള പൂക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുട്ടിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. യെസ്, എന്ത് ചെയ്തിട്ടുണ്ട്? വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ. യെസ്, ബ്ലൂം നിയർ ദ പാത്ത്, വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ടു എക്സൈറ്റഡ് ചിൽഡ്രൻ സ്റ്റാൻഡ് ബിസൈഡ് വൈറ്റ് ആൻഡ് ഓറഞ്ച് ഫ്ലവേഴ്സ്. എ ബോയ് ഈസ് ഫ്ലൈയിങ് യെല്ലോ കൈറ്റ് ഇൻ ദ ഗാർഡൻ. A long fence runs behind the short trees and happy person sits on the bench near the red flowers. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഗാർഡനെ കുറിച്ചിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ താഴെ തന്നിട്ടുള്ള സെന്റൻസുകൾ വായിച്ച് നോക്കാനാണ് അല്ലേ. There were small puddles of water on the floor. Clearer than the puddles on the road. ഉണ്ണിക്കുട്ടൻ thought. ഉണ്ണിക്കുട്ടൻ ചിന്തിക്കുകയാണ്, there were small puddles of water on the floor. ഫ്ലോറിൽ സ്മോൾ പഡിൽസ് ഉണ്ടായിരുന്നില്ല, വാട്ടർ ഉണ്ട്, ചെറിയ ചെറിയ കുണ്ടുകളായിട്ട് ഇങ്ങനെ സ്മോൾ പഡിൽസ് അതിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ഫ്രം ദ പഡിൽസ് ഓൺ ദ റോഡ്. ഉണ്ണിക്കുട്ടൻ തോട്ട്. അപ്പോൾ റോഡിലുള്ള പഡിൽസിനേക്കാളും എന്തായിരുന്നു? അത് ക്ലിയർ ആയിരുന്നു അല്ലേ. ഉണ്ണിക്കുട്ടൻ ചിന്തിച്ചു. ഹർ puddles refer to rainwater pools formed in the ground after rain. നമുക്കറിയാം, മഴ പെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ വാട്ടർ പൂൾസ് ഫോം ചെയ്യൽ. അതായത് ചെറിയ കുണ്ടുകളിലൊക്കെ എന്തായിരിക്കും? ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവില്ല. അതിനാണ് ഈ പഡിൽസ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ യൂഷ്വലി ജംപ് ഓവർ ദ പഡിൽസ് ഓൺ ദ റോഡ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. അപ്പോൾ സാധാരണയായിട്ട് കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഈ പഡിൽസിൽ എന്ത് ചെയ്യും? ജമ്പ് ചെയ്യില്ല. അപ്പോൾ എന്താ, വെള്ളമൊക്കെ മേലേക്ക് ഇങ്ങനെ തെറിക്കുമല്ലോ, കുണ്ടുകളിൽ നിൽക്കുന്ന വെള്ളത്തിലേക്ക് ചാടിയ. ഇതാണ് പറയുന്നത്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ റെയിൻ വാട്ടർ? നിങ്ങൾക്ക് മഴവെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, ഗിവൻ ഇൻ ബ്രാക്കറ്റ് സം ഫൺ തിങ്സ് ചിൽഡ്രൻ ഡു ഓൺ റെയിനി ഡേയ്സ്. ബ്രാക്കറ്റിൽ എന്താണ്? കുട്ടികൾ മഴ ദിവസങ്ങളിൽ ചെയ്യുന്ന ചില ഫണ്ണി തിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചൂസ് ദ റൈറ്റ് വൺ ഫ്രം ദ ബ്രാക്കറ്റ് സ്യൂട്ടബിൾ ടു ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് എ സെന്റൻസ് ഫോർ ഈച്ച്. എ ഫ്യൂ എക്സാമ്പിൾസ് ആർ ഗിവൺ. നോക്കൂ, എന്തൊക്കെയാണ്? സ്റ്റോം ഇൻ മഡി വാട്ടർ, പ്ലേ വിത്ത് പേപ്പർ ബോട്ട്സ് ഇൻ റെയിൻ, ദെൻ വാട്ടർ പൂളേഴ്സ്, സ്പ്ലാഷ് ഇൻ മഡ് പഡിൽസ്, ദെൻ ജമ്പ് ഓവർ പഡിൽസ്, മേക്ക് പഡിൽസ്, ആർട്ട് വിത്ത് സ്റ്റിക്സ്, ഡാൻസ് ഇൻ ദ റെയിൻ. അപ്പോൾ ഇത്രയും സെന്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചിലതൊക്കെ ചിത്രത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നൽകാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? എഴുതാണ് അല്ലേ. ഓക്കെ, നോക്കൂ, അമ്മു സ്പ്ലാഷസ് ഇൻ പഡിൽസ്, അത് നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് അവിടെ എന്ത് എഴുതാം? ചിന്നു എന്ന പേര് കൊടുക്കാം. ദെൻ ചിന്നു ഡാൻസസ് ഇൻ ദ റെയിൻ, മഴയിൽ ഡാൻസ് ചെയ്യണല്ലേ. അപ്പോൾ എഴുതാം ചിന്നു ഡാൻസസ് ഇൻ ദ റെയിൻ. നെക്സ്റ്റ് നോക്കൂ, പഡിൽസിൽ ഇങ്ങനെ ചാടി കളിക്കുകയാണല്ലേ, വെള്ളക്കുണ്ടുകളിൽ. യെസ്, അപ്പോൾ അരുൺ ജമ്പ് ഓവർ പഡിൽസ്. അരുൺ ജമ്പ് ഓവർ പഡിൽസ്. ഇഷ്ടമുള്ള നെയിംസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അരുൺ ജമ്പ് ഓവർ പഡിൽസ്. നെക്സ്റ്റ് നമുക്ക് എഴുതാം. മനു പ്ലേസ് വിത്ത് പേപ്പർ ബോട്ട്സ് ഇൻ റെയിൻ. ദെൻ ലെന സ്റ്റോംസ് ഇൻ മഡി വാട്ടർ.
നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കുക, എന്നിട്ട് എഴുതുക രാഹുൽ മേക്സ് പഡിൽ അറ്റ് വിത്ത് സ്റ്റിക്സ്. ഓരോ പിക്ചറിനും അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ എന്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഓൺ എ റെയിനി ഡേ. ഒരു മഴ ദിവസത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം? ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് നല്ല മഴയായിരുന്നു അല്ലേ. ദ സ്കൈ വാസ് ഫുൾ ഓഫ് ഡാർക്ക് ക്ലൗഡ്സ്. ആകാശം എങ്ങനെയായിരുന്നു? ഡാർക്ക് ക്ലൗഡ്സ് കൊണ്ട്, ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഐ ഹേർഡ് എ സൗണ്ട് ഓഫ് റെയിൻ ഡ്രോപ്സ് ഓൺ ദ റൂഫ്. റൂഫിന് മുകളിലായിട്ട് ഞാൻ എന്ത് കേട്ടു? മഴത്തുള്ളികളുടെ സൗണ്ട് കേട്ടു അല്ലേ. എ കൂൾ വിൻഡ് ടച്ച്ഡ് മൈ ഫേസ്. എൻ്റെ ഫേസിന് എന്താണ്? ഒരു കൂൾ വിൻഡ് ടച്ച് ചെയ്തു. ഐ സോ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഞാൻ കണ്ടു കുട്ടികളൊക്കെ മഴയത്ത് കളിക്കുന്നത് ഞാൻ കണ്ടു. ഐ വോർ മൈ റെഡ് റെയിൻകോട്ട് ആൻഡ് റാൻ ഔട്ട്സൈഡ്. ഞാൻ എൻ്റെ ചുവന്ന റെയിൻകോട്ട് ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ദ പഡിൽസ് വെർ ബിഗ് ആൻഡ് ഷൈനി. ഐ ജംപ്ഡ് ഇൻ ദം ആൻഡ് സ്പ്ലാഷ്ഡ് വാട്ടർ എവരിവെയർ. ഞാൻ പടിയിൽ എന്ത് ചെയ്യാണ്? പഡിൽസിൽ ചാടിയിട്ട് വെള്ളമൊക്കെ സ്പ്ലാഷ് ചെയ്യുകയാണ് അല്ലെ, തെറിപ്പിക്കുകയാണ്. ദെൻ വാട്ടർ എവരിവെയർ. മൈ ഷൂസ് ഗോട്ട് വെറ്റ് ബട്ട് ഐ ഡിഡിൻ കെയർ. എൻ്റെ ഷൂസൊക്കെ നനഞ്ഞു, പക്ഷെ ഞാൻ എന്താണ് ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. ദ ട്രീസ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ഗ്രീൻ. മരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രഷും ഗ്രീനുമായിരുന്നു. ഐ സോ റെയിൻബോ ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ നിന്നതിന് ശേഷം ഞാൻ എന്ത് കണ്ടു? റെയിൻബോ കണ്ടു. ഇറ്റ് വാസ് ദ ബെസ്റ്റ് റെയിനി ഡേ എവർ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എക്സ്പീരിയൻസിലെ റെയിനി ഡേയിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് വായിച്ച് നോക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. അച്ഛൻ പറയണ വാ നമുക്ക് പോകാം എന്ന് പറയുകയാണല്ലേ. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ലെറ്റ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇറ്റ്സ് പ്ലേ ടൈം. ലെറ്റ്സ് പ്ലേ ഔട്ട്സൈഡ്. ദെൻ വി ഷാൾ ഡ്രോപ്പ് എ പിക്ചർ. ദെൻ ലെറ്റ്സ് വെച്ച് എഴുതണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതാം നമുക്ക്? ലെറ്റ്സ് ഡ്രോ ദ സൺ അല്ലേ. ലെറ്റ്സ് ഡ്രോ ദ സൺ. വി ഫീൽ ലൈക്ക് ഡാൻസിങ്. ദെൻ ലെറ്റ്സ് ഡ്രോ ലൈക്ക് ബട്ടർഫ്ലൈസ്. ദെൻ ഇറ്റ്സ് സ്നാക്ക് ടൈം. ലെറ്റ്സ് ഈറ്റ് അല്ലേ. ലെറ്റ്സ് ഈറ്റ് അവർ സ്നാക്സ്. ദെൻ വി ലവ് സ്റ്റോറീസ്. ലെറ്റ്സ് റീഡ് എ ഫണ്ണി സ്റ്റോറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഓരോ സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇമാജിൻ ദാറ്റ് യു ആർ വിത്ത് ഉണ്ണിക്കുട്ടൻ ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. എ ഫ്യൂ ഇൻസിഡൻറ്റ്സ് that happen on the day are given below. ഉണ്ണിക്കുട്ടൻ needs some help from you. Use let's. അപ്പോൾ ഉണ്ണിക്കുട്ടൻ നോക്കൂ, ഫസ്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതും ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണല്ലേ. നോക്കാം നമുക്ക്. ഉണ്ണിക്കുട്ടൻ വാസ് നെർവസ് അറ്റ് സ്കൂൾ. ലെറ്റ്സ് ടോക്ക് ടു ഹിം. ഉണ്ണിക്കുട്ടൻ വാസ് തേഴ്സ്റ്റി വെൻ ഹി റീച്ച്ഡ് ഹോം. എന്തായിരിക്കും അവിടെ വരേണ്ടത്? യെസ്, എന്താ ഇവിടെ നമ്മൾ എഴുതുക? ഉണ്ണിക്കുട്ടൻ was thirsty when he reached home. Let's give him some water. അവൻ എന്ത് ചെയ്യുക? നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അല്ലേ. Let's give him some water. Then it was raining heavily. ഇവിടെ ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യെസ്, ലെറ്റ്സ് ടേക്ക് ആൻ അംബ്രല്ല. ലെറ്റ്സ് ടേക്ക് ആൻ അംബ്രല്ല. Then he is upset about the broken slate. എന്ത് എഴുതാം നെക്സ്റ്റ്? ലെറ്റ്സ് ബൈ ഹിം എ ന്യൂ വൺ. നമുക്ക് അവന് വേണ്ടിയിട്ട് ഒരു പുതിയത് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ. ദെൻ ഹി ലോസ്റ്റ് ഹിസ് വേ വൈൽ ഗോയിങ് ബാക്ക് ഹോം. അവിടെ എന്ത് എഴുതാം? ലെറ്റ്സ് ഹെൽപ്പ് ഹിം ഫൈൻഡ് ദ വേ. ദ നെക്സ്റ്റ് ഉണ്ണിക്കുട്ടൻ ഫോർഗോട്ട് ഹിസ് ലഞ്ച്. അപ്പോൾ ലെറ്റ്സ് വെച്ചുകൊണ്ട് ലെറ്റ്സ് ഷെയർ അവർ ഫുഡ് വിത്ത് ഹിം. ലെറ്റ്സ് ഷെയർ അവർ ഫുഡ് വിത്ത് ഹിം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകളാണ് അല്ലേ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ബെയർ ഫുഡ്. മുത്തശ്ശൻ വാസ് വാച്ചിങ് ഹിം സാഡ്. മുത്തശ്ശൻ എന്ത് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ട് പറയുകയാണല്ലോ, അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ബെയർ ഫുഡ്. നീ ചെരുപ്പില്ലാതെ പോകുന്നതാണ് നല്ലതെന്ന് പറയുകയാണല്ലേ. Here, Muthashan is questioning Unnikutan about precaution for the rainy season. But the day's newspapers, television, radio and other media provide information such precaution regularly. ഇതുപോലുള്ള പ്രിക്വേഷൻസ് അല്ലെ, മുൻകരുതലുകളൊക്കെ നമ്മൾ എന്ത് കാണാറുണ്ട്? ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും റേഡിയോയിലും മറ്റു മീഡിയകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. Here is a weather report and safety guide prepared by young students covering the monsoon season from June to September. Take a look at it carefully and answer question that follow. അപ്പോൾ ഓരോ മന്തിലുള്ള റെയിൻഫാൾ ആണല്ലേ. ജൂണിൽ ഹെവി റെയിൻഫാൾ ആണ്, ടെമ്പറേച്ചർ 25 to 27. ദെൻ വെദർ മൺസൂൺ ബിഗിൻസ് വിത്ത് ഹെവി റെയിൻ. ഇഫക്ട്സ് ഓൺ ലൈഫ് എന്തൊക്കെയാണ്? ഫ്ലഡ്സ് ഇൻ സം ഏരിയാസ് എസ്പെഷ്യലി ലോ ലയിങ് ഏരിയാസ് ലൈക്ക് ഫീൽഡ്സ്. ദെൻ ജൂലൈ മാസം എങ്ങനെയായിരിക്കും റെയിൻഫാൾ? വെരി ഹെവി ആയിരിക്കും അല്ലേ. ടെമ്പറേച്ചർ 24 to 28 ആണ്.
ദെൻ വെതർ എന്താണ്? ലോഡ്സ് ഓഫ് റെയിൻ ഫോർ ലോങ് ഡ്യൂറേഷൻ സംടൈംസ് വിത്ത് സ്ട്രോങ് വിൻഡ്സ്. ഇനി എഫക്ട്സ് ഓൺ ലൈഫ് എന്ത് മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ലൈഫിൽ ഉണ്ടാകുന്നത്? വാട്ടർ ലോഗിങ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ് വിത്ത് ഹില്ലി ഏരിയാസ്. Then August moderate 26 to 29 rain continues but some sunny days appear. Easier to travel but roads can still be wet. Then September less rain ആയിരിക്കും അല്ലേ, 27 to 30 weather. Then more sunny and clear days. Then farmers start harvesting. Rivers are still flooded. അപ്പോൾ നോക്കൂ, നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. വായിച്ച് നോക്കാം. വിച്ച് മന്ത് റെക്കോർഡ് ദ ഹയസ്റ്റ് റെയിൻഫാൾ? ഏത് മന്താണ് ഹയസ്റ്റ് റെയിൻഫാൾ ഉള്ളത്? യെസ്, ജൂലൈയിലായിരുന്നു അല്ലേ. ജൂലൈ റെക്കോർഡഡ് ദ ഹയസ്റ്റ് റെയിൻഫാൾ. ദെൻ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ റേഞ്ച് ഇൻ ഓഗസ്റ്റ്? ടെമ്പറേച്ചർ റേഞ്ച് ഇൻ ഓഗസ്റ്റ് ഏതാണ്? യെസ്, ദ ടെമ്പറേച്ചർ റേഞ്ച് ഇൻ ഓഗസ്റ്റ് 26 ഡിഗ്രി സെൽഷ്യസ് ടു 29 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഓക്കെ, ഇൻ വിച്ച് മന്ത് ഡസ് കേരള എക്സ്പീരിയൻസ് റൈൻ വിത്ത് സ്ട്രോങ് വിൻഡ്സ്? ശക്തമായ കാറ്റോട് കൂടിയിട്ടുള്ള മഴയെ കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മാസത്തിലാണ്? യെസ്, ജൂലൈയിലാണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. കേരള എക്സ്പീരിയൻസസ് റെയിൻസ് വിത്ത് സ്ട്രോങ് വിൻഡ്സ് ഇൻ ജൂലൈ. ദെൻ വിച്ച് മന്ത് ഈസ് കൺസിഡേർഡ് ദ ഈസിയസ്റ്റ് ഫോർ ട്രാവലിംഗ്? ട്രാവലിന് ഈസിയസ്റ്റ് ആയിട്ടുള്ള മന്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, ഓഗസ്റ്റ് ആണ് അല്ലേ. ഓഗസ്റ്റ് ഈസ് കൺസിഡേർഡ് ദ ഈസിയസ്റ്റ് മന്ത് ഫോർ ട്രാവലിംഗ്. ദെൻ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റെയിൻ ഓൺ ഡെയിലി ലൈഫ് ഇൻ ജൂൺ? ജൂൺ മാസത്തിലെ മഴ ഡെയിലി ലൈഫിൽ എന്ത് ഇഫക്റ്റാണ് കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ്? യെസ്, ഇൻ ജൂൺ ദർ ഈസ് ഫ്ലഡ് ഇൻ സം ഏരിയാസ് എസ്പെഷ്യലി ലോ ലൈയിങ് ഏരിയാസ് ലൈക്ക് ഫീൽഡ്സ് അല്ലേ. ദെൻ വാട്ട് കൈൻഡ് ഓഫ് റെയിൻഫാൾ ലീഡ്സ് ടു വാട്ടർ ലോഗിങ്? ഏത് തരത്തിലുള്ളതാണ്? വെരി ഹെവി റെയിൻഫാൾ ആണല്ലേ. ഓക്കെ, വെരി ഹെവി റെയിൻഫാൾ ലീഡ്സ് ടു വാട്ടർ ലോഗിങ്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ആ പട്ടിക നോക്കി നിങ്ങൾ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെ ആൻസർ എഴുതുക. Okay, then friends of you who lives abroad is planning to visit in Kerala June or July. Considering Kerala weather condition in the months, what suggestion would you give your friend about the journey regarding? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യാണ്? അബ്രോഡ് നിങ്ങൾ കേരള വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ ഏത് മാസത്തിലാണ്? ജൂൺ ഓർ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ കൺസിഡറിങ് കേരളാസ് വെതർ കണ്ടീഷൻ ഇൻ ദിസ് മന്ത്, വാട്ട് സജഷൻ വുഡ് യു ഗിവ് യുവർ ഫ്രണ്ട് അബൌട്ട് ദ ജേർണി റിഗാർഡിങ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കേരളത്തിലെ വെതറില്ലേ, അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസത്തിലെ വെതറിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ സജഷൻസ്, അദ്ദേഹത്തേക്ക് ജേണിയിലെ ബാധിക്കുന്ന എബൌട്ട് ദ ജേണി, അപ്പോൾ എന്തൊക്കെ സജഷൻസ് നിങ്ങൾക്ക് ആ ഫ്രണ്ട്സിന് കൊടുക്കാൻ സാധിക്കുമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. റെയിൻഫാൾ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ജനറൽ കണ്ടീഷൻ ഫോർ ട്രാവൽ, ലൈഫ് ഇൻ ജനറൽ. അപ്പോൾ റെയിൻഫാൾ എന്തൊക്കെയായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? യെസ്, എക്സ്പെക്ട് ടു ഹെവി ടു വെരി ഹെവി റെയിൻ ഡ്യൂറിങ് ദിസ് മന്ത്സ് അല്ലേ. June marks the beginning of the monsoon and July often brings long spells of rain with strong winds. It's the monsoon season, so they should carry a raincoat. അതുകൊണ്ട് എന്ത് വേണം? ക്യാരി റെയിൻകോട്ട് വേണം. അതുപോലെ അംബർല ആൻഡ് വാട്ടർ പ്രൂഫ് ഷൂസ്. ഇനി ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സജഷനാണ് കൊടുക്കാൻ പറ്റുക? യെസ്, ദ ടെമ്പറേച്ചർ സ്റ്റേസ് മെയ്ഡ് ബിറ്റ്വീൻ 24 degrees to 28 degrees Celsius, which feel pleasant but humid due to the rain. The general condition for travel എന്താണ്? Yes, advise them to be careful while traveling, especially in hilly areas അല്ലേ. Roads may be slippery or flooded. It's best to avoid long road trips during heavy rain. Then life in general. Daily life shows down a bit. There may be flooding in low-lying areas and people stay indoors. More still greenery beautiful. Kerala looks beautiful and green, perfect or enjoying nature from safe spots. Okay, then visiting Kerala in June or July means experience the beauty of the monsoon. The rain is heavy, the temperature is pleasant, and the land look fresh and green. However, travel can be difficult due to flooding, waterlogging and landslide in some areas. You should come prepared with rain gear. Keep plans flexible, stay safe, enjoying the beauty of the monsoon. Okay, then next activity 7 നോക്കാം. You are entering an exciting all about my school writing contest. You are entering an exciting all about my school writing contest. Write a creative description about your school using following the details. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ക്രിയേറ്റീവായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്? നെയിം ഓഫ് യുവർ സ്കൂൾ, ദെൻ ലൊക്കേഷൻ, class in which you are studying,
the mode of travel to school, your teachers, your classmate and schoolmate, facilities in your school, classroom, playground, garden, toilets, drinking water, science lab, library, etc. Then club activities, various celebration, your feelings about your school. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഡിസ്ക്രിപ്ഷന് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. മൈ സ്കൂൾ നെയിം ഈസ് ഗവൺമെൻറ് ഹൈസ്കൂൾ. It's located in Kollam, Kerala, surrounded by tall coconut trees and beautiful garden. I study in class 5 and every morning I travel to school by bus. Enjoying the ride with my friends, our teachers are kind and helpful. They explain lesson clearly and encourage us to ask questions. My classmates are friendly and together we play, study and share our lunch. The senior schoolmates guided us during assemblies and celebrations. The school has bright classroom, a big playground, a lovely garden, clean toilets, safe drinking water, a well-equipped science lab, and a library full of storybooks. We also have club activities like science club, arts club, and nature club. Every year we celebrate Independence Day, Onam, Christmas, and annual day with songs, dances, and games. I feel proud of my school because it's not just a place to study but also a place where I learn good values, make friends, and enjoy every day. My school is my second home and I love it very much. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. As they climbed to the steps of the veranda, Unnikutan saw the vast array of umbrellas. If you walk within its rain, you will splash mud all over your clothes. ഇവിടെ നോക്കൂ, സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട്, അംബർലാസ് നൽകിയിട്ടുണ്ട്, അതുപോലെ റെയിനും മഡും. ഇവിടെ സ്റ്റെപ്സും അംബർലയും റെയിനും മഡൊക്കെ എന്താണ്, ഒരു നെയിമിംഗ് വേർഡ്സ് ആണല്ലേ അല്ലേ. സ്റ്റെപ്സ് ആൻഡ് അംബർലാസ് ക്യാൻ ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. സ്റ്റെപ്സും അംബർലൊക്കെ നമുക്ക് എങ്ങനെയാണ്, അത് എണ്ണാൻ സാധിക്കും അല്ലേ. സോ ദേ ആർ കൗണ്ടബിൾ നൗൺസ്. അപ്പം നമ്മൾ അവയെ എന്താ വിളിക്കുന്നത്, കൗണ്ടബിൾ നൗൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ബട്ട് റെയിൻ മഡ് ക്യാനോട്ട് ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. എന്നാൽ റെയിനും മഡൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലേ. ഇത്ര എണ്ണം മഴ എന്ന് പറയാൻ പറ്റുമോ, നമുക്കില്ല. ഹെൻസ് ദേ ആർ അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ അതെന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണല്ലേ. Okay, now identify the countable and uncountable nouns from the words given below. Write them down in the respective columns. അപ്പോൾ ഇവിടെ കുറേ നെയിമിംഗ് വേർഡ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് ആണോ കൗണ്ടബിൾ നൗൺസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിളിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൽ കൗണ്ടബിൾ നൗൺസിൽ ഏതൊക്കെയായിരിക്കും വരിക, ബുക്സ് വരും, ആപ്പിൾ, ബോക്സസ്, ലീവ്സ്, ബനാന, ചെയർ, പെൻസിൽ, ബാഗ്, ബട്ടർഫ്ലൈസ്, ചിൽഡ്രൻ, ഇതൊക്കെ എന്താണ്, കൗണ്ടബിൾ നൗൺസ് ആണ് അല്ലേ. ഇനി അൺകൗണ്ടബിൾ നൗണിൽ ഏതൊക്കെയായിരിക്കും വരിക, മിൽക്ക്, സാൾട്ട്, വാട്ടർ, എയർ, മണി, ഓയിൽ, റേസ്, റെയിൻ, മഡ്, സ്നോ, ഇതൊക്കെ ഏതാണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ് അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, ഐഡൻറ്റിഫൈ അതർ സച്ച് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഫ്രം ദി സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് ഇതുപോലെ അൺകൗണ്ടബിളും കൗണ്ടബിൾ നൗൺസ് നമ്മളോട് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സ്റ്റോറിയിൽ ഒരുപാട് നെയിമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അവയെ എന്ത് ചെയ്യുക, കൗണ്ടബിൾ നൗൺസ് എന്നും അൺകൗണ്ടബിൾ നൗൺസ് എന്നും രണ്ടാക്കി എഴുതുക. ഇത് നമുക്ക് ഫസ്റ്റ് കൗണ്ടബിൾ നൗൺസ് എഴുതാം. പ്ലേറ്റ്, ഗ്ലാസ്, സ്കൂള്, ബാഗ്, സ്ലേറ്റ്, പെൻസില്, സാൻഡിൽസ്, അംബ്രല്ല, ചൈൽഡ്, ടേബിൾ, രജിസ്റ്റർ, ക്ലാസ് റൂം, ടീച്ചർ, ഫ്രണ്ട്, ബെല്ല്, ഇവയൊക്കെ എന്താണ്, കൗണ്ടബിൾ നൗൺസിൽ എഴുതാം. ദെൻ അൺകൗണ്ടബിൾ നൗൺസിൽ നമുക്ക് ഏതൊക്കെ എഴുതാം, ഉപ്പുമാവ്, വാട്ടർ, മഡ്, റെയിൻ, നോയ്സ്, എക്സൈറ്റ്മെൻറ്റ്, നെർവസ്നെസ്, ഹാൻഡ് റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോന്നും തരംതിരിച്ചതിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.